അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടെക്നോസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാം പണി കിട്ടാൻ ചാൻസുള്ള പുതിയൊരു സ്കാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ പ്രൊസസ്സർ, പുതിയ ഫോൺസൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് പ്രൊസസ്സറിലേക്ക് പോകാം. സ്നാപ്ഡ്രാഗണിൻ്റെ 800 സീരീസ് ആയ സ്നാപ്ഡ്രാഗൺ 8 അല്ലെങ്കിൽ ജെൻ 5 ഈ മാസം ലാസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. പരിപാടി വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ 23, 25 തീയതിയാണ്. അപ്പം ഇതിൻ്റെ ഒരു വിയർഡായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരൊരു നെയിം ഓർഡർ പ്രകാരമാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 2 ആണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 ജെൻ 5 ആണ്. ഈ ജെൻ 5ഉം ഓക്കെ ഇവിടുന്ന് വന്ന് കയറിയെന്നറിയില്ല. അതേപോലെ തന്നെ ഈ പ്രൊസസ്സറിൻ്റെ ലോഞ്ചിനെ പ്രമാണിച്ചിട്ട് പുതിയ കുറേ ഫോണുകൾ വരുന്നുണ്ട്. ആദ്യം IQ15 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 8000 അല്ലെങ്കിൽ 5000 എംഎച്ചിൻ്റെ ബാറ്ററി, 100 വാട്ടിൻ്റെ ചാർജർ, 2K QHD ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 50 എംബിൻ്റെ മെയിൻ ക്യാമറയും 50 എംബിൻ്റെ പെരിസ്കോപ്പ് ക്യാമറയും ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. ബാക്കിയുള്ള സ്പെക്സുകളൊന്നും ഇത് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ OnePlus 15 ആണ്. അപ്പോൾ അതിൻ്റെ സ്പെക്സുകളൊന്നും വലിയ ലീക്കായില്ല. ആകെ അറിയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ വരുന്ന OnePlusൻ്റെ ഫോണിൽ OnePlusൻ്റെ തന്നെ ഒരു ഇമേജ് ജനറേറ്ററൊക്കെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ബാക്കിയുള്ള സ്പെക്സ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ Xiaomiൻ്റെ 60 സീരീസും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സിലും സ്നാപ്ഡ്രാഗൺ അതേ പ്രൊസസ്സർ തന്നെ, പിന്നെ 6800 എംഎച്ചിൻ്റെ ബാറ്ററി, 100 വാട്ടിൻ്റെ ചാർജർ, ബാക്കിയുള്ള സ്പെക്സുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അടുത്ത ന്യൂസാണ് ഈ സിമ്മിൻ്റെ സ്കാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ട് സ്കാമേഴ്സ് വിളിക്കും. സാർ നിങ്ങൾക്ക് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഞങ്ങൾ ലിങ്ക് തരാം. അപ്പം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവർ പറയുന്ന പ്രോസസ്സും ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ സിം കട്ടാവും. അതിനുശേഷം പുതിയ സിം ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന സ്കാമേഴ്സിൻ്റെ ഫോണിലായിരിക്കും. അതിലൂടെ നിങ്ങൾ കോളിൻ്റെ ആക്സസ്, SMS, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ സ്കാമിലൂടെ ചിലവരെടുത്ത് 4 ലക്ഷം രൂപ, ചിലരുടെ 27 ലക്ഷം രൂപ വരെ പോയി എന്നാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അത് ഒറിജിനൽ ആണെന്ന് കൺഫേം ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇവരെ തന്നെ ഓഫീസസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അഥവാ നിങ്ങൾ മണ്ടത്തട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ബാങ്കിനെയും സർവീസ് പ്രൊവൈഡേഴ്സിനെയും പോലീസിനൊക്കെ അറിയിക്കുക. കാരണം സമയം ലേറ്റ് ആവുന്നതനുസരിച്ച് പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം പൈസ മാത്രമായിരിക്കും പോവുക, മാനം വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വിവോന്റെ Y500 എന്ന് പറഞ്ഞ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിന്റെ 1300 പ്രൊസസ്സർ, 50+2 എംബിന്റെ ബാക്ക് ക്യാമറയും 8 എംബിന്റെ ഫ്രണ്ട് ക്യാമറയും ആയിരിക്കും. അതേപോലെ തന്നെ 8000 എംഎച്ചിന്റെ ബാറ്ററി, 90 വാട്ടിന്റെ ചാർജർ ആയിരിക്കും. അപ്പോൾ അത് എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അറിയില്ല, പക്ഷേ ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വേറെ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കോന്റെ C85 എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G81ന്റെ പ്രൊസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു 4G വേരിയന്റ് ആണ്. അതുപോലെ തന്നെ 6000 എംഎച്ചിന്റെ ബാറ്ററി, 33 വാട്ടിന്റെ ചാർജർ, 50 എംബിന്റെ മെയിൻ ക്യാമറ, 8 എംബിന്റെ ബാക്ക് ക്യാമറ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് Redmi 40Cന്റെ അതേ കോപ്പി തന്നെയാണ്. അതേപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഗൂഗിൾ പിക്സൽ 10i കഴിഞ്ഞ വർഷത്തെ അതേ പ്രൊസസ്സർ തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. G4 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ UFS 3.1 ആയിരിക്കും. അതിലൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 2000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഇത് പക്ഷേ ഉറപ്പുള്ള കാര്യമല്ല, റൂമേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.